أعوذ بالله من الشيطان الرجيم ويمكرون ويمكر الله والله خير الماكرين. ഏറെ പ്രിയം നിറഞ്ഞവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിജ്റ വർഷാരംഭത്തെക്കുറിച്ചും ഹിജ്റ കലണ്ടറിനെ കുറിച്ചുമാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഹിജ്റയെ വർഷം കണക്കാക്കുന്നതിൻ്റെ തുടക്കമായി നമുക്ക് തിരഞ്ഞെടുക്കാം എന്നവർ തീരുമാനിക്കുന്നതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു വശത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ഹിജ്റയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും അതൊരു നാട് വിട്ട് ഒരു പലായനമാണല്ലോ, നാട് വിട്ട് ഓടുക അല്ലെങ്കിൽ നാട് വിട്ട് പോകുക അത്ര സുഖകരമായൊരു കാര്യമല്ലല്ലോ. കാരണം സ്വന്തം ജനിച്ചു വളർന്ന ജീവിച്ചു കൊണ്ടിരുന്ന നാട്ടിൽ നിൽക്കാൻ കഴിയാതെ മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ ഒരു ഡയമെൻഷനിൽ നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു നെഗറ്റീവായൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അതിന് കുറേ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സ്റ്റെപ്പായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തിനായിരുന്നു ഹിജ്റ എന്നത് നമ്മൾ നോക്കി നോക്കുക. ഇപ്പോൾ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നുബുവത്ത് കിട്ടിയിട്ട് 10-12 വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെയുള്ളൊരവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാനുള്ള രൂപത്തിലൊക്കെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന, അത് എത്തിച്ചു കൊടുക്കുന്ന പണികൾ ധാരാളമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് പേരെ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ. കാരണം എന്താ? അന്ന് ഇസ്ലാമിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. കാരണം ഇസ്ലാം സ്വീകരിച്ചാൽ പലതരം പരിഹാസങ്ങൾ, പീഡനങ്ങൾ, കുത്തുവാക്കുകൾ, വീട്ടിൽ നിന്ന് പുറത്താക്കലുകൾ, ബഹിഷ്കരണങ്ങൾ, ഇങ്ങനെ പല ജാതി പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നല്ല മാനസികമായ കരുത്തുള്ള, ഈമാൻ ബോധ്യപ്പെട്ട ആളുകൾ മാത്രമേ ഇതിലേക്ക് കടന്നു വരുന്നുള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് ആളുകളെ ഇസ്ലാം സ്വീകരിച്ചുള്ളൂ. പക്ഷേ ഈ ഒരു ഇസ്ലാമിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, വർത്തമാനങ്ങൾ, സന്ദേശങ്ങൾ അത് ഏറെക്കുറെ മക്കയിലെ എല്ലാ വീടുകളിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു ലെവലിലേക്കാണ് പോകേണ്ടത്. അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകണം. ആ സ്റ്റെപ്പിലേക്ക് പോകാനുള്ളൊരവസ്ഥ നിലവിൽ മക്കയിലില്ല. കാരണം പ്രത്യേകിച്ച് പീഡനങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള എതിർപ്പുകളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിരുന്ന ആളുകൾ പലരും വിടവാങ്ങി. അബൂ ത്വാലിബ് മരണപ്പെട്ടു. അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. ആ സംരക്ഷണ വലയങ്ങൾ പോയി. സഹായിക്കാൻ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ത്വായിഫിലെ കുടുംബക്കാർ കൈയൊഴിഞ്ഞു. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നുകളയാനടക്കം അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഘട്ടമാണ്. ആ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്, അടുത്ത ഒരു ലെവലിലേക്ക് പോകേണ്ടതുണ്ട്, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം മക്കയിൽ ഏറെക്കുറെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുക്കണം. കാരണം ഇപ്പോൾ അതുവരെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഇസ്ലാമിൽ ഇങ്ങനെ നന്മകളുണ്ട്, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഗുണങ്ങളുണ്ടാകും, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു ആശയങ്ങൾ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ഇന്ന ഇന്ന നന്മകളും നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ഇത് പറയാനേ പറ്റുന്നുള്ളൂ. ഇത് പ്രായോഗികവൽക്കരിക്കാൻ, പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം മക്കയിലില്ല. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരവസരം കൂടി വേണം. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയാണ്. ആ അന്വേഷണത്തിൽ ഏത് നാട്ടിലേക്ക് പോകണം എന്ന് പറയുന്ന പല ആലോചനകളുണ്ടായി. അപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് വെറുതെ പോയാൽ പോരല്ലോ. ആ നാട്ടിലുള്ള ആളുകൾ സ്വീകരിക്കണം, അവരവിടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരണം, അവർ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഏത് നാട്ടുകാരാണ് സപ്പോർട്ട് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് മക്കയിലേക്ക് ഓരോ സന്ദർഭത്തിലും തീർത്ഥാടനത്തിന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ ചെന്ന് കാണും, ചിലരോടൊക്കെ സംസാരിക്കും. അങ്ങനെ അതിൽ അനുകൂലമായ രീതിയിൽ സംസാരിച്ചത് മദീനയിൽ നിന്ന് വന്ന ചില ആളുകളാണ്. അപ്പോൾ മദീന കുറച്ചും കൂടി അനുകൂലമായൊരു അന്തരീക്ഷമുള്ള ഒരു നാട് കൂടിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്, മദീനയിലേക്ക് ഹിജ്റ പോകാം എന്ന തീരുമാനത്തിലേക്ക് അതുവഴിയൊക്കെ എത്തിച്ചേരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, മദീനയിൽ നിന്ന് വന്ന ആളുകളാണ് സപ്പോർട്ട് വാഗ്ദാനം ചെയ്തത്. അതുപോലെ തന്നെ മറ്റൊന്ന്, മദീനയിൽ ഒരു കേന്ദ്രീകൃതമായ ഒരു അധികാര ഘടന ഉണ്ടായിട്ടില്ല.
അവിടെ ഇങ്ങനെ ഒരു ഭരണകൂടം, ഒരു ഭരണാധികാരി, അതിൻ്റെ കീഴിലുള്ള ആളുകൾ. അപ്പോൾ മക്കയിലൊക്കെ ആ രൂപത്തിലുള്ളൊരു സംവിധാനമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അവിടുത്തെ ഒരു അധികാരത്തിലോ ഒരു സ്വാധീനത്തിലോ എത്തിപ്പെടാൻ കഴിയില്ല. പക്ഷെ മദീന അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് മദീനയിൽ അവിടെ എത്തിയാൽ അവിടുത്തെ ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു കേന്ദ്ര നേതൃത്വത്തിൽ വരാൻ പറ്റും. ആ നേതൃത്വത്തിൽ വന്നാൽ എന്താക്കും, ആ നാടിനെ ഇസ്ലാമിൻ്റെ ഒരു ആശയത്തിനനുസരിച്ച് മാറ്റിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മദീന തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഹിജ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, ഒന്നാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കും ഒരു നെക്സ്റ്റ് ലെവലിലേക്കും നമ്മളെ എങ്ങനെ കൊണ്ടുപോകാം എന്ന ആലോചന എപ്പോഴും ഉണ്ടാവണം. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ മക്കയിൽ തന്നെ ഇങ്ങനെ താമസിച്ചാൽ മതിയായിരുന്നു. പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ മുമ്പുള്ള പ്രവാചകന്മാർ അങ്ങനെയൊക്കെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവസാനം പലതരത്തിലുള്ള പീഡനങ്ങൾ വർദ്ധിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തെ നശിപ്പിച്ച് കളഞ്ഞിട്ട് പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ തന്നെ തുടരായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താണ്? ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം. ആ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ മറ്റൊരു സ്ഥലം അനിവാര്യമാണ്. അപ്പോൾ നമ്മളും എപ്പോഴും ആലോചിക്കേണ്ട ഒരു ഘടകം അതാണ്. അപ്പോൾ നമ്മൾ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ചരിത്രം ഇങ്ങനെ പഠിച്ചു പോകാനുള്ളതല്ല, നമുക്ക് അതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം, നമ്മളൊരു ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ആ ലെവലിൽ തന്നെ തുടരാതെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താവണം, അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആലോചനയും ഈ ചിന്തയുമാണ് ഹിജ്റ എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്യാൻ തീരുമാനിച്ചിട്ട് എന്നപ്പോൾ പടച്ചോന് വിചാരിച്ചാൽ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തിരിക്കാം, അങ്ങനെയല്ലല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപ്പോൾ ആലോചിച്ച് നോക്കാം, ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ ചെയ്യാൻ ചെയ്യാൻ തീരുമാനിക്കുകയും അള്ളാഹു തീരുമാനിക്കുകയും ചെയ്ത വളരെ പെട്ടെന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. കാരണം അതിൻ്റെ തൊട്ട് മുമ്പാണ് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത്. എന്താ ഇസ്രാ മിഅ്റാജ്? നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റ രാത്രി കൊണ്ട് ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് ആകാശ ലോകത്തേക്ക് കൊണ്ടുപോയി, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടാക്കി. ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും കിലോമീറ്ററുകൾ, അന്നത്തെ കാലത്ത് ആഴ്ചകളോളൊക്കെ സഞ്ചരിച്ചാൽ മാത്രം എത്തുന്നൊരു ദൂരത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് കൊണ്ടെത്തിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് സാധ്യമാക്കിയ പടച്ചോന് മക്കയിൽ നിന്ന് മദീനയ്ക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊക്കിക്കൊണ്ടുപോയി വെക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു വേണ്ടിയിട്ട് കുറേ മുന്നൊരുക്കങ്ങളും ആസൂത്രണങ്ങളും ചെയ്യുന്നുണ്ട്. മുന്നൊരുക്കം എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ ആദ്യത്തെ കാര്യം, മക്കയിലേക്ക് ഇങ്ങനെ പലരും വരുന്നുണ്ട്, അവരെ കാണുന്നുണ്ട്, രഹസ്യമായി കാണുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, അങ്ങനെ അവരോടൊപ്പം അവരുടെ സപ്പോർട്ട് വാങ്ങുന്നുണ്ട്. അതാണ് അക്കബ ഉടമ്പടി എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും. ഒന്നാം അക്കബ ഉടമ്പടി, രണ്ടാം അക്കബ ഉടമ്പടി. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഈ മദീനയിൽ നിന്ന് വന്ന ചില ഗോത്രങ്ങളുണ്ട്, ഔസ് ഖസ്റജ് എന്ന് തുടങ്ങിയ പ്രധാനപ്പെട്ട ചില ഗോത്രങ്ങൾ. അപ്പോൾ ആ ഗോത്രങ്ങളിലെ ആളുകളോട് സംസാരിക്കുകയാണ്. അപ്പോൾ പല ആളുകളും ഇത് സ്വീകരിക്കാൻ സന്നദ്ധമായി, അവർ മുസ്ലിങ്ങളായി. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ താങ്കളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, ഇത് റിസ്ക്കുള്ളൊരു കാര്യമാണ്. കാരണം ഈ മക്കയിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽ മക്കയിലെ ആളുകളുടെ ശത്രുക്കളായിട്ട് നിങ്ങൾ മാറും. അപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോട് യുദ്ധത്തിന് വരും, നിങ്ങളെ പല രൂപത്തിൽ ഉപദ്രവിക്കും. അപ്പോൾ ഞങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ സംരക്ഷിച്ചോളാം, ഞങ്ങൾക്കിതിൻ്റെ റിസ്ക്കൊക്കെ അറിയാം, ഞങ്ങൾ എന്ത് വില കൊടുത്തും താങ്കളെയും ഇസ്ലാമിനെയും സംരക്ഷിക്കും എന്നൊക്കെ ഉറപ്പ് കൊടുക്കുകയാണ്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിജ്റ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, പിന്നൊരു മുന്നൊരുക്കം നടത്തുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് മദീനയിലേക്ക് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയാണ്. ആരായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു? നല്ല ചെറുപ്പക്കാരനാണ്, നല്ല ചുറുചുറുക്കുള്ള ആവേശമുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ മദീനയിലേക്ക് അയച്ചു. മദീനയിലേക്ക് അയച്ചിട്ട് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലെ ഓരോ വീട്ടിലും കയറിയിറങ്ങി ആളുകളെ കണ്ട് സംസാരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, ദീനിനെക്കുറിച്ച്, അള്ളാഹിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആ പരിചയപ്പെടുത്തിയതിലൂടെ പല ആളുകളും ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിലെത്തുമ്പോൾ
അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചരിത്രത്തിലൊക്കെ ഒരുപാട് പാട്ടൊക്കെ പാടി ആളുകളിങ്ങനെ ആവേശത്തോടെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ആ സ്വീകരിക്കാൻ അവിടെ അത്രയും ആളുകൾ ഉണ്ടായത് എങ്ങനെയാണ്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പണിയെടുത്തിട്ടാണ്. അതൊരു മുന്നൊരുക്കമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വെച്ചിരുന്നു. അത് ഹിജ്റയുടെ രണ്ടാമത്തെ പാഠമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി പാഠങ്ങൾ, ലെസണുകൾ നമുക്ക് അടുത്ത സംസാരത്തിൽ ഉൾപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.